കഴിഞ്ഞ ദിവസമാണ് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്താനായി സൗദി അറേബ്യയിൽ അമേരിക്കയും റഷ്യയും ചർച്ച നടത്തിയത്. ആ ചർച്ചയുടെ അവസാനം യഥാർത്ഥത്തിൽ പുടിൻ പറഞ്ഞത് സെലൻസ്കിയെ വേണമെങ്കിൽ താൻ കാണാനും തയ്യാറാണ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇപ്പോൾ റഷ്യയുടെ ഈ US-ന്റെയും ചർച്ചയുടെ ഭാഗമായി സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്കാണ് യുദ്ധം കടക്കുന്നത്. ഏകദേശം 3 വർഷമായി ഈ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. ആ യുദ്ധത്തിന്റെ തീജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് ലോകരാജ്യങ്ങളും ലോകം മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ എണ്ണയ്ക്ക് വില കൂടുന്നു, പല രാജ്യങ്ങളിലും അസ്ഥിരതകൾ ഉണ്ടാകുന്നു, സാമ്പത്തികമായുള്ള പണപ്പെരുപ്പം ഉയർന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ യുദ്ധത്തിന്റെ ഭാഗമായി ലോകരാജ്യങ്ങളെമ്പാടും ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞ് ട്രംപ് അതിന് മുൻകൈ എടുത്തത്. ട്രംപിന്റെ പ്രകടന പത്രികയിലടക്കം ഈ യുദ്ധം നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞത് സൗദി അറേബ്യയിൽ നടന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. എന്നാൽ ഈ മന്ത്രിമാർ ആ കൂടിക്കാഴ്ചയിൽ US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പങ്കെടുത്തിരുന്നു. പോരാത്തതിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ്, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ റഷ്യൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും റഷ്യൻ പ്രതിനിധി സംഘത്തിൽ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവ് എന്നിവരും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കിയുടെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നത് ഞങ്ങളെ പങ്കെടുപ്പിക്കാതെ നിങ്ങൾ നടത്തുന്ന ഏത് ചർച്ചയും ഞങ്ങൾക്ക് അസ്വീകാര്യമായിരിക്കും, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാണ് യുക്രൈന്റെ പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കി ഈ കാര്യത്തിൽ തീരുമാനം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എന്താണ് ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും വലിയ ചർച്ച യൂറോപ്യൻ രാജ്യങ്ങളിലെ പങ്കിനെ കുറിച്ചായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനെ പിന്തുണയ്ക്കുന്നവയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം യുക്രൈനെയാണ് പിന്തുണയ്ക്കുന്നത്. പ്രധാനമായും നാറ്റോയുമായി സംബന്ധപ്പെട്ടാണ് ഈ യുദ്ധം തന്നെ തുടങ്ങിയത്. നേരത്തെ തന്നെ കെയർ സ്റ്റാർമർ പറഞ്ഞിരുന്നു ഞങ്ങൾ യുക്രൈനിലേക്ക് ഞങ്ങളുടെ പടയെ അയക്കാൻ തയ്യാറാണ്, ബ്രിട്ടന്റെ പടയെ അയക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് കലാശിക്കൂ എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇപ്പോൾ പറയുന്നത് അമേരിക്കൻ യൂറോപ്യൻ നേതാക്കൾക്കിടയിൽ ഒരു പൊതു പദ്ധതി അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ അമേരിക്കൻ നിർദ്ദേശപ്രകാരം സമാധാന ചർച്ചകൾക്കായി ഞങ്ങൾ പുടിനെ കാണൂ എന്നുള്ളതാണ്. അതായത് അമേരിക്ക യൂറോപ്പിനെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിൽ യഥാർത്ഥത്തിൽ എത്തിയാൽ മാത്രമേ ഞങ്ങൾ ഈ തീരുമാനം അംഗീകരിക്കുകയുള്ളൂ എന്നാണ് സെലൻസ്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ചർച്ച ചെയ്യാവുന്ന മറ്റൊരു വിഷയം നാറ്റോയിൽ യുക്രൈൻ്റെ അംഗത്വവും അധിനിവേശ പ്രദേശങ്ങളിൽ റഷ്യയുടെ യുക്രൈൻ്റെയും അവകാശങ്ങളുമാണ്. എന്തായാലും യുക്രൈൻ്റെ അംഗത്വം നാറ്റോയിൽ കൊടുക്കുന്നതിനോട് റഷ്യ യോജിക്കുന്നില്ല എന്ന ചർച്ചയിൽ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് സെലൻസ്കിയും വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ചർച്ച അങ്ങും ഇങ്ങും എത്താതെ പിരിയുന്ന ഒരു കാഴ്ചയാണ് കാണേണ്ടതായിട്ട് വന്നത്. പോരാത്തതിന് ഡോൺബാസ് മേഖലയെ സംബന്ധിച്ചും ചർച്ച നടന്നു. യുക്രൈനിലെ ഈ പ്രദേശം റഷ്യൻ അധിനിവേശത്തിനാണ്. ഈ മേഖല തിരിച്ചു പിടിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടായി. സെലൻസ്കി കാണിക്കുന്ന മനോഭാവം കാരണം അമേരിക്ക റഷ്യയ്ക്ക് സ്വന്തമായി ഇടപെടാൻ അനുവദിച്ചേക്കാമെന്നും ആ ചർച്ചയിൽ ഒരു സംസാരം ഉണ്ടായതായി നമുക്ക് വിവരം ലഭിക്കുന്നു. എന്തായാലും ഇത് യുക്രൈന് വലിയ ഭീഷണി ആയിരിക്കാം. എന്തായാലും യുക്രൈനെ 2 ഭാഗങ്ങളായി വിഭജിച്ച് അടർത്തി മാറ്റി റഷ്യയിലേക്ക് കൊടുക്കാനുള്ളൊരു ചർച്ചയാണ് അവിടെ നടന്നത്. നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സെലൻസ്കി രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.